ആരും അധികം സംസാരിക്കാത്തൊരു കാര്യമുണ്ട്. നമ്മൾ വാങ്ങുന്ന ഓരോ ഫോണിനും കാറിനും ഗാഡ്ജറ്റുകൾക്കുമൊപ്പം ഒരു മാനുവൽ ഉപയോഗക്രമം ലഭിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതമോ? നമുക്കുള്ളതിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ ഒന്നായിട്ടും ഒരു ലക്ഷ്യവുമില്ലാതെ നമ്മളത് വെറുതെ ജീവിച്ചു തീർക്കുന്നു. നിങ്ങളുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നത് ചെയ്യൂ, ഹൃദയത്തെ പിന്തുടരൂ എന്നാണ് ലോകം നമ്മോട് പറയുന്നത്. പക്ഷെ അതിന്റെ ഫലമോ? ഉത്കണ്ഠയും ശൂന്യതയും മാത്രം. ഒടുവിലൊരു ചോദ്യം ബാക്കിയാകുന്നു: ഇതിലൊക്കെ എന്ത് അർത്ഥമാണുള്ളത്? ഖുർആൻ അത് വ്യക്തമായി പറയുന്നു. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ ജീവിത വ്യവസ്ഥ ഇസ്ലാം മാത്രമാകുന്നു. ഇതൊരു മതം മാത്രമല്ല, എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചുള്ള സമ്പൂർണമായ ഒരു സംവിധാനമാണ്. എങ്ങനെ ഉറങ്ങണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ ഒരു കുടുംബം നയിക്കണം, എങ്ങനെ ബിസിനസ് ചെയ്യണം, എങ്ങനെ ഭരണം നടത്തണം എന്നെല്ലാം ഇസ്ലാം നിങ്ങളെ പഠിപ്പിക്കുന്നു. ഒന്നും അതിൽ ഒഴിവാക്കപ്പെട്ടിട്ടില്ല. ഒരു ചോദ്യവും ഉത്തരമില്ലാതെ അവശേഷിപ്പിച്ചിട്ടുമില്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത വ്യവസ്ഥ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് അള്ളാഹു തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1500 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിലെ ഒരു വാക്കിന് പോലും മാറ്റം വന്നിട്ടില്ല. ഇസ്ലാം എന്നാൽ സമർപ്പണം എന്നാണ് അർത്ഥം, ഒപ്പം സമാധാനവും. നിങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെടുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലും വീട്ടിലും സമൂഹത്തിലും സമാധാനം കൈവരുന്നു. ഇതൊരു മതപരമായ അവകാശവാദം മാത്രമല്ല, മറിച്ച് മനുഷ്യനെ പടച്ച തമ്പുരാൻ ജീവിതത്തിന് നൽകിയ മറുപടിയാണ്.